ഹാൽ സിനിമ സെൻസർ ബോർഡ് വിവാദത്തിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലിൽ ആശങ്കയുണ്ടെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. സെൻസർ ബോർഡിന്റേത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ബാലിശമായ ഇടപെടലാണ് ഉണ്ടാകുന്നതെന്നും സിബി മലയിൽ പ്രതികരിച്ചു. കേന്ദ്ര സെൻസർ ബോർഡിന്റെ കടുംവെട്ടിന് ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് മലയാളത്തിലെ ഷൈൻടികം നായകനായിട്ടുള്ള ഹാൽ എന്ന ചിത്രത്തിനാണ്. ഇത് മലയാളത്തിലെ സിനിമാ പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം സംവിധായകനും ഫെഫ്ക പ്രസിഡന്റുമായ സിബി മലയിൽ ചേരുന്നുണ്ട്. സാർ, ഇത് ആദ്യത്തെ സംഭവമല്ല. എമ്പുരാനിൽ തുടങ്ങി, പിന്നീട് JSK നമ്മൾ കണ്ടു, ഹാല് വന്നു. ഈ സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള അനാവശ്യ ഇടപെടൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത്? ഇത് ആവർത്തിച്ച് തന്നെ മലയാള സിനിമയിടയ്ക്കേറെയാണ് ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വിലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അത് വളരെയധികം ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയിൽ നമ്മളെല്ലാവരെയും ഒരു ഭയപ്പാടോടുകൂടി ഇനി നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. JSKയുടെ കാര്യത്തിൽ ആ സിനിമയുടെ പേരിനെക്കുറിച്ചായിരുന്നു, ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നുവെങ്കിൽ എമ്പുരാനിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഹാലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്, ഇതിലുപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചില നാമങ്ങൾ, ബീഫ് ബിരിയാണി കഴിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ സംഘം കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാക്ക് മാറ്റണം, ഹോളി ഫാമിലി എന്ന് പറയുന്ന ബസ്സിൻ്റെ പേര് മാറ്റും. ഇതൊക്കെ ഇങ്ങനെ വളരെ ബാലിശമെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും കാലങ്ങളിൽ ഒരു സിനിമ എന്ന് പറയുന്നൊരു കലയെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക എല്ലാവർക്കും, നിർമ്മാതാക്കൾക്കും ക്രിയേറ്റീവ് മേഖലയിലുള്ള സംവിധായകർക്കായാലും മറ്റു ടെക്നീഷ്യന്മാർക്കെല്ലാം അത് വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിത്രം റിലീസാകാനിരുന്നതാണ്. അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി. ഇത് തന്നെയായിരുന്നു JSKയ്ക്ക് സംഭവിച്ചത്. ഇപ്പോൾ ഒരു സിനിമാ പ്രവർത്തകരിൽ അത്രയേറെ സ്വപ്നം കണ്ട് അത്രയേറെ കഠിനാധ്വാനം ചെയ്ത ഒരു സിനിമ ഇറക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിലാണ് സെൻസറിന് അയക്കുന്നത്. അവരിങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ വീണ്ടും കോടതിയിൽ പോയി കാത്തിരുന്ന് ആ സിനിമയുടെ ഒരു ആയുസ് തന്നെ വീണ്ടും വീണ്ടും നീണ്ടുപോകുന്നത് വളരെ മാനസിക ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കുന്നതല്ലേ? ആണ്. ഒരു സിനിമ അതിൻ്റെ നിർമ്മാണഘട്ടം തുടങ്ങി അത് പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തുന്നവരെയുമുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ദീർഘനാളത്തെ കഠിന പരിശ്രമമാണ്. അതിന് പിന്നിൽ നൂറുകണക്കിന് ആളുകളുടെ പ്രയത്നമുണ്ട്, വലിയ രീതിയിലുള്ള പണം മുടക്കുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ എഫേർട്സ് പല രീതിയിലുണ്ട്. ഭൗതികമായിട്ടുള്ള ഇടപെടലുകളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനം തിയേറ്ററുകളിലൊക്കെ എത്തി അത് പ്രേക്ഷകർ കണ്ട് അത് സ്വീകരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഈ റവന്യൂവിലൂടെ ആണ് ആ നിർമ്മാതാവിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ അനിശ്ചിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അത് എന്തെങ്കിലും കാരണമുള്ള, എന്തെങ്കിലും ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുൻപ് നമുക്ക് സംഭവിച്ചിരുന്ന അമിതമായ വയലൻസോ അല്ലെങ്കിൽ സെക്സ് കണ്ടൻറ്റോ ഒക്കെയുള്ള സിനിമകളിലാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കാം, അതിനകത്തൊരു ലോജിക്കുണ്ട്. ഇത് നിസ്സാരമായിട്ടുള്ള നമ്മൾ കേരളീയ സമൂഹം പൊതുവെ ജീവിച്ചു പോരുന്നൊരു സാധാരണ സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളെയാണ് ഇതിനകത്തേക്ക് അതിനെതിരെയാണ് അവരുടെ നിലപാടുകൾ വന്നിരുന്നത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ ഭക്ഷണ രീതികളെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ വരുന്നു. അതുപോലെ പേരുകൾ, ഇപ്പോൾ ഹോളി ഫാമിലി എന്ന് പറയുന്നത് വിശുദ്ധ കുടുംബം അല്ലെങ്കിൽ തിരുക്കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സാധാരണയായിട്ട് ആ പേരിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരെടുത്ത് മാറ്റാൻ പറയും ഭാവിയിൽ. ഒരു ബിഷപ്പ് ഹൗസിൻ്റെ പേര് കാണിക്കുമ്പോൾ ഇവിടെ എത്രയോ ബിഷപ്പ് ഹൗസുകളുണ്ട്, അല്ലെങ്കിൽ എത്രയോ മതസ്ഥാപനങ്ങൾ, മേലധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ സിനിമയിൽ എത്രയോ പ്രാവശ്യം കാണിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് സിനിമകൾ എടുത്തിരിക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന, ഇടപെടുന്ന, നമ്മൾ ജീവിച്ചു പോരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നമുക്ക് സിനിമ എടുക്കാൻ കഴിയൂ. അതിന്മേൽ ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള വലിയ കടന്നുകയറ്റം തന്നെയാണ്. ഒരു കാര്യം കൂടി സാർ, ഇപ്പോൾ നേരത്തെ ഒരു പ്രതിഷേധം, വലിയൊരു പ്രതിഷേധം സിനിമാ സംഘടനകളെല്ലാവരും ചേർന്ന് നടത്തിയതാണ്. ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ഗൗരവത്തോടുകൂടി സമീപിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? JSKയുടെ കാര്യത്തിൽ നമ്മൾ ഈ റീജിയണൽ സെൻസർ ബോർഡെന്ന് നമ്മളതിനെ വിളിക്കാൻ കഴിയില്ല. അതൊരു റീജിയണൽ സർട്ടിഫിക്കേഷൻ ബോർഡാണ്. ആ റീജിയണൽ സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ ഒരു ദിവസത്തെ പ്രതിഷേധ ധാരണ നമ്മൾ ഇൻഡസ്ട്രി മൊത്തമായിട്ട് പോയി സംഘടിപ്പിച്ചതാണ്.
ഒരു ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ളൊരു ഇതിൻ്റെ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടൊരു നിവേദനം കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കൊടുത്തതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ സെൻസർ, അല്ലെങ്കിൽ ഈ ഈ ബോർഡ് അത്തരത്തിൽ സിനിമയുടെ ഒരു സർട്ടിഫിക്കേഷൻ നൽകുക എന്ന് മാത്രമാണ്. അതിനെ സെൻസർ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത്